എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. അതെ, അപ്പൊ നമ്മുടെ പുണ്യദിനങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. നാളെ മുതൽ റമദാൻ തുടങ്ങുകയാണ്. എല്ലാ വിശ്വാസികൾക്കും എൻ്റെ റമദാൻ വിഷസ് ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ ടേക്ക് കെയർ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതായത് കേരള സ്റ്റൈൽ പൊട്ടറ്റോ ബോണ്ട. പല രീതിയിൽ നമുക്ക് പൊട്ടറ്റോ ബോണ്ട ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ രീതി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും അല്ലേ ഇത്. കാരണം വെച്ചാൽ ഒരു പുതുമയൊന്നുള്ളതല്ല, എല്ലാ കുട്ടികൾക്കും പോലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ നിങ്ങൾ വീണാസ് കറികളുടെ പൊട്ടറ്റോ ബോണ്ട സെർച്ച് ചെയ്യുമ്പോൾ അത് വരില്ല, കാരണം ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും റമദാനൊക്കെ വരുന്നപ്പോൾ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണം. അപ്പോൾ എൻ്റെ രീതിയിൽ പൊട്ടറ്റോ ബോണ്ട എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന കോഴിക്കാല് കാണാൻ മറക്കരുത്. കോഴിക്കാൽ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് പറ്റി കോഴിക്കാലൊക്കെ ഇടുന്നത്? അത് നിങ്ങൾ ഹെഡിങ് കണ്ടിട്ട് കുറെ പേര് വീഡിയോ കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. അതൊരു വെജിറ്റേറിയൻ ഐറ്റം ആണ്, നമ്മളെ കപ്പ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ വീണ്ടും തിരുത്തിയത് വെജിറ്റേറിയൻ കോഴിക്കാലെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അതിന്റെ ഹെഡിങ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് കേരള സ്റ്റൈൽ പൊട്ടറ്റോ ബോണ്ട തയ്യാറാക്കാം നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പൊട്ടറ്റോ ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇടത്തരം ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തു. അതിനുശേഷം ഓരോ ഉരുളക്കിഴങ്ങ് ഞാൻ 2ആയിട്ട് മുറിച്ചു. അപ്പം മൊത്തത്തിൽ 6 കഷ്ണമാക്കി എടുത്തു. എന്നിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തു. അതിലോട്ട് അര ഗ്ലാസോളം വെള്ളം ഒഴിക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിടുക. അതിനുശേഷം അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. അതിലത്തെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുക. അതിനുശേഷം തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് മാഷ് ചെയ്ത് വെക്കുക. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് മാഷ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ ഫൈനായിട്ട് മാഷ് ചെയ്യാം. അതായത് ഒരു ചെറിയ കഷ്ണങ്ങൾ പോലും ഇല്ലാതെ നമുക്ക് മാഷ് ചെയ്തെടുക്കാം. അതേസമയം ചെറിയ കഷ്ണങ്ങളോട് കൂടി നമുക്ക് മാഷ് ചെയ്തെടുക്കാം. എനിക്ക് നമ്മൾ പൊട്ടറ്റോ ബോണ്ടൊക്കെ കഴിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങൾ കടിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം, മറക്കരുത്. അപ്പോൾ കഷ്ണങ്ങളോട് കൂടി അല്ലെങ്കിൽ വളരെ നൈസായിട്ടോ പൊട്ടറ്റോ നമുക്ക് മാഷ് ചെയ്തെടുത്ത് വെക്കാം. പൊട്ടറ്റോ കുക്ക് ചെയ്ത സമയത്ത് ഞാനതിൽ ഉപ്പിട്ടിട്ടില്ല. നമുക്ക് വഴറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. കടായിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെക്കുക. 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത് ഒരു 1/2 സവാളയാണ്. വളരെ നൈസാക്കി അരിഞ്ഞിട്ടുള്ള ഒരു 1/2 സവാള, ഒരു വലിയ സവാളയുടെ പകുതി. വളരെ നൈസായിട്ട് അരിഞ്ഞ് വളരെ കുറച്ചാണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് 1 ടീസ്പൂണോളം ഇഞ്ചി കൊത്തി അരിഞ്ഞത്. ഇഞ്ചിയൊക്കെ ഒരുപാട് കൂടാൻ പാടില്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ 3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമുളക് മാറി സവാളയൊക്കെ ഒന്ന് വാടിയാൽ മാത്രം മതിയാവും. അല്ലാണ്ട് ഒരുപാട് ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കണ്ട. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. നമുക്ക് എപ്പോൾ ഒരു സ്നാക്ക് കഴിക്കാൻ തോന്നുന്നോ അപ്പോൾ പോയി അടുക്കളയിൽ പോയി പൊട്ടറ്റോ എടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം അല്ലേ പൊട്ടറ്റോ. ആർക്കും ഇഷ്ടപ്പെടാത്തത്? പൊട്ടറ്റോ ഒരുപാട് കഴിച്ച് വണ്ണം കൂടാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഒരുപാട് കഴിക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീ കുറയ്ക്കാൻ മറക്കരുത്. ഈ സമയത്ത് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ സവാളയുടെയും ഒക്കെ പച്ചമുളകൊന്ന് മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വീണ്ടും തീ കുറയ്ക്കുക. അപ്പോൾ മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് പൊടികളൊന്നും ഇല്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം, നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ, കളർ കിട്ടണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ സാധാരണ ചിലർ മുളക് പൊടി ചേർക്കാറില്ല, പക്ഷെ ഞാൻ മുളക് പൊടി അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വളരെ കുറച്ച് മതിയിട്ട്, ഒരുപാടൊന്നും വേണ്ട. ജസ്റ്റ് ഒരു പേരിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് ഏത് മുളക് പൊടി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതായത് എരിവുള്ള മുളക് പൊടി. അതേസമയം നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരുന്നു വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത്. ഗരം മസാല ഒന്നും ഞാൻ ചേർക്കാറില്ല ഇതിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം. അതുപോലെ തന്നെ മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിക്കുമ്പോൾ പൊട്ടറ്റോ ബോണ്ട കഴിക്കുമ്പോൾ അതിൽ നിറയെ മല്ലിയില കാണാറുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ മല്ലിയില വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ആ ഒരു
പച്ചമണം മാറുന്ന സമയത്ത് നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം നമ്മളെ പൊട്ടറ്റോ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് സോഫ്റ്റിനാവാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഒരല്പം എന്ന് പറഞ്ഞാൽ അല്പം വെള്ളം മതിട്ടാ, അതിനോട് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഇതിലൊന്ന് ഒരു 5 മിനിറ്റ് കിടന്നൊന്ന് നന്നായിട്ട് കഴിക്കട്ടെ. കാരണം ഈ മസാലയൊക്കെ നമ്മുടെ പൊട്ടറ്റോയിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിക്കണം. ഇട്ട വശം തന്നെ എടുക്കാൻ പാടില്ല. ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി നല്ല സ്മെല്ല് വരണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും, ചെറിയ കഷ്ണങ്ങൾ ചിലയിടത്ത് കാണാം. അതേസമയം ബാക്കിയൊക്കെ നമുക്ക് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ പരുവം. നമ്മുടെ മസാല ദോശയുടെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ പോലെ ഇരിക്കുന്ന സംഭവം. ഗരം മസാല ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഗരം മസാല ഇടുമ്പോൾ അത് വേറൊരു തമിഴ്നാട് ചൊവ്വയാണോ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് ഓരോരുത്തരും ഇഷ്ടമല്ലേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേസിക് ആയിട്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ്. അപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പ് ഞാൻ നോക്കട്ടെ. കറക്റ്റാണ് ഉപ്പ്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ഒരുപാട് കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബോണ്ട കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ അത്യാവശ്യം എരിവുണ്ട്. കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഞാൻ അല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അമ്മമാരെ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് മതി. ഒരു 5 മിനിറ്റ് നമ്മളിതിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നന്നായി ചൂടാറട്ടെ. നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഉരുളകളാക്കി ഉരുട്ടി പിന്നെ നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചൂടാറാൻ മാറ്റി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടത് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചെറിയ ഉരുളകളായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ ബോണ്ട വേണോ അതനുസരിച്ച് വേണം ഉരുളകളുടെ വലിപ്പം തീരുമാനിക്കുക. ഞാൻ എപ്പോഴും കുഞ്ഞു ഉരുളകളാണ് ഉണ്ടാക്കുക. ചെറുതാണ് എപ്പോഴും നല്ലത്. സുഖിയൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഉരുളകൾ ആദ്യം തന്നെ ഇതേപോലെ ഉരുട്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷമാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ. ഇത് മുക്കി പൊരിക്കണ്ടേ നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ. കാരണം ചില സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു എന്താ പറയുക കൊതി തോന്നിയിട്ട് നമ്മൾ വാങ്ങിക്കും. പക്ഷെ വായയിൽ വെക്കാൻ പറ്റില്ല, അത്ര ഉപ്പായിരിക്കും. അപ്പോൾ ഉപ്പ് നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിടണം. അപ്പോൾ ഇതുപോലെ എല്ലാ ഉരുളകളാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചില സൈഡിൽ എന്താ പറയുക കടുകും ഉഴുന്നും പരിപ്പൊന്നും പൊട്ടിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കടുകും ഉഴുന്നും പരിപ്പും താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ. ഇല്ലാണ്ട് തന്നെ ബാക്കിയുള്ള സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുകും ഉഴുന്നും പരിപ്പൊക്കെ പൊട്ടിക്കാറുണ്ട്. ഞാൻ കഴിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൈ ഒന്ന് ജസ്റ്റ് വെറ്റാക്കിയതിന് ശേഷം, അതായത് കൈ ഒന്ന് നനച്ചതിന് ശേഷം അങ്ങനെ ഉരുളകളാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ഉരുള പിടിക്കാൻ പറ്റും. എനിക്ക് പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വന്നിരുന്നില്ല. നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. അതാണ് ഞാൻ അല്പം വെള്ളം നമ്മൾ മസാലയിൽ ചേർക്കാൻ പറയുന്നത്. അപ്പോൾ നല്ലൊരു രീതിയിൽ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഞാൻ എണ്ണി നോക്കട്ടെ, എത്ര എണ്ണം നോക്കട്ടെ. 19 എണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു അളവിൽ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 3 മീഡിയം സൈസ് പൊട്ടറ്റോ ചെയ്യുമ്പോൾ 19 ചെറിയ ഉരുളകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് 240 ml ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കടലമാവ്. ഓക്കെ, പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അല്പം കായത്തിൻ്റെ പൊടി. കായത്തിൻ്റെ സ്മെല്ല് വളരെ നല്ലതാണ്. അതേസമയം ഒരുപാട് ചേർക്കാൻ പാടില്ല. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കയ്പ്പരസം വരും. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണിൽ മേലെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നമുക്ക് വെള്ളം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അല്പാൽപമായി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഫൈനായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്റർ റെഡിയാക്കും. അപ്പോൾ ഞാനതിലേക്ക് ആദ്യം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കാം. പിന്നെ ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് നല്ല കട്ടയൊന്നും ഇല്ലാത്ത മാവ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒറ്റ അടി അടിച്ചാൽ മതി. പിന്നെ മിക്സി കഴുകാനുള്ള മടിയുള്ള ആൾക്കാർ ഇതേപോലെ തന്നെ നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒറ്റ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കണം. ഒട്ട് കട്ടകളില്ലാണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാൻ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ കട്ടകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിൽ ഫോർക്ക് അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാൽ മതി. അപ്പോൾ നല്ല ഞാൻ പഴംപൊരിക്കൊക്കെ മിക്സിയിലിട്ട് അടിക്കും. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലത്തെ കട്ടകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിട്ടും. ഞാനൊരു തരിയും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസും ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ദോശമാവിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറവാന്ന് തോന്നുകയാണെങ്കിൽ അല്പം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഉപ്പ് കുറവാണ്, ആ സമയം കൂടരുത് കേട്ടോ. ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കയ്പ്പരസം പോലെ ഫീൽ ചെയ്യും. ഡോണ്ട് വറി, അത് കടലമാവ് കഴിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങ് പൊരിച്ചെടുക്കണം. നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഇങ്ങോട്ട് ഒരു കടായിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള
ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, ഓയിലുണ്ടാക്കാം. പക്ഷെ ഞാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോളുകൾ എടുക്കുക, ആ മാവിൽ മുക്കുക, എന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി ദോശമാവിൻ്റെ പോലെ ആയിരിക്കണം കേട്ടോ. ഒരുപാട് കൺസിസ്റ്റൻസി തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റില്ല. നൈസായിട്ടുള്ളൊരു കോട്ടിങ് കൊടുത്താൽ മതി. ഓവറായിട്ടുള്ള തിക്കായിട്ടുള്ള കോട്ടിങ് വേണ്ട. പിന്നെ നമ്മുടെ ഓയിലിൻ്റെ ചൂട് എന്ന് പറയുന്നത് എപ്പോഴും സൂക്ഷിക്കുക, മീഡിയം ചൂടായിരിക്കണം, അതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് മുക്കി ഇടാൻ പറ്റും. ഓരോന്ന് മുക്കുക, അങ്ങനെ ആക്കുക, ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എത്ര എണ്ണ ഇടാൻ പറ്റുന്നോ അത്ര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാടങ്ങ് തിക്കിടണ്ട, പൊട്ടിയൊന്നും പോകുന്നില്ല, പേടിക്കൊന്നും വേണ്ട. 2 ബാച്ചായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആദ്യം ഇട്ടതൊക്കെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയാവുന്നൊരു ഐറ്റമാണ്, കാരണം ഓൾറെഡി കുക്ക്ഡാണ് ഇതിലത്തെ മസാലയൊക്കെ അല്ലേ. അപ്പോൾ ഈ പുറത്തുള്ള കോട്ടിങ് മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതങ്ങ് കുക്ക് ചെയ്തെടുക്കുക, തിരിച്ചു മറിച്ചിടുക. നല്ലൊരു കളർ വരുന്ന സമയത്ത് നമുക്കങ്ങ് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഒട്ടിപ്പിടിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പുറത്തേക്ക് എടുത്തതിന് ശേഷം അത് പിടിക്കാവുന്നതേ ഉള്ളൂ. പൊട്ടിയൊന്നും പോരില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അതേസമയം ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ എന്താ പറയുക, അത് പിടിക്കില്ല. അങ്ങനെ ടഫായിട്ടുള്ള മാവായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓവർ ലൂസാവാൻ പാടില്ല. ഞാൻ കാണിച്ചു തന്നില്ലേ ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. 2 ഭാഗത്തും തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളർ 2 സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. പുറത്തൊക്കെ നല്ല മഴ പെയ്യാനാന്ന് തോന്നുന്നു, ഇരുണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുള്ള ബോണ്ടയും തേങ്ങ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ചായയും കൂട്ടി കഴിക്കാനുള്ളൊരു മൂഡാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കങ്ങ് കോരി ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം കോരണം. അത് മാത്രമല്ല ഇതിനുള്ളിൽ കിടക്കുന്ന ബൂന്തി പോലുള്ള ഐറ്റംസും നമുക്ക് കോരിയെടുക്കണം, അല്ലെങ്കിൽ അതങ്ങ് കരിഞ്ഞു പോകും. അടുത്ത ബാച്ച് ഇടുമ്പോൾ അതങ്ങ് ഓവറായിട്ടും കരിഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാം വെണ്ണ ക്ലിയറാക്കി എടുത്തതിന് ശേഷം മാത്രം അടുത്ത ബാച്ചും ഇട്ട് കൊടുക്കാം. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ പോലെ എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇത് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു നല്ല സ്നാക്കും കൂടിയാണ് കേട്ടോ. ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അവർക്ക് എരിവ് കുറഞ്ഞിട്ടുള്ള ചമ്മന്തി, ഇപ്പോൾ അവർക്കിപ്പോൾ ചമ്മന്തി ഇല്ലെങ്കിലും ചട്നി ഇല്ലെങ്കിലും അവർ കഴിച്ചോളും. അഥവാ ചട്നി ഉണ്ടാക്കണമെങ്കിൽ നാളികേര ചട്നിയിൽ എരിവ് കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടെ കോരി ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നാലേക്ക് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ഉരുളകൾ എടുക്കുക, ഉരുളകൾ മുക്കുക, എടുക്കുക. എക്സസ് ആയിട്ടുള്ള വേണമെങ്കിൽ ഇതിലേക്ക് അങ്ങോട്ട് കളഞ്ഞോ, എന്നിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണയുടെ ചൂട് സൂക്ഷിക്കുക. എല്ലാ ഭാഗത്തേക്കും കോട്ടിങ് കവർ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ എല്ലാം കൂടി ഇതിൽ ഇടാൻ പോവുകയാണ്. ഇനി 2 ബാച്ച് കൊണ്ട് ഞാൻ ചെയ്യാം. പിന്നെ ഇത് കളയണ്ട കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പച്ചക്കറി ആയാലും അരിഞ്ഞിട്ടിട്ട് ബജ്ജിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കോളിഫ്ലവർ ആണെങ്കിലും പൊട്ടറ്റോ ആണെങ്കിലും എന്താണെങ്കിലും ജസ്റ്റ് അരിഞ്ഞിടുക. എന്നിട്ട് ഇതേപോലെ ഇതിൽ ബാക്കിയുള്ള മാവ് ഇതിൽ മുക്കിയതിന് ശേഷം വറുത്ത് കോരിയെടുക്കുക, കളയണ്ട. ഓക്കെ, മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിടുക. എന്നിട്ട് 2 ഭാഗത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങ് മൊരിച്ചെടുത്ത് കോരി വയ്ക്കുക. ഞാൻ പണ്ട് ലുലുവിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന സംഭവമായിരുന്നു ആലു ബോണ്ട, അതുപോലെ തന്നെ പഴംപൊരി. പിന്നെ ഞാൻ നിർത്തി. പിന്നെ ഞാൻ വീട്ടിൽ മാത്രം ഉണ്ടാക്കാൻ തുടങ്ങി. ഞാനിവിടെ ആലു ബോണ്ടയുടെ കഥ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞാൻ ദുബായിൽ വന്ന സമയത്തല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ സംഹയിലോട്ട് പോകുമായിരുന്നു. സംഹ എന്ന് പറഞ്ഞാൽ ജാൻ ചേട്ടൻ്റെ അച്ഛൻ അബുദാബിയിലെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ സംഹ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വീക്കെൻഡും അച്ഛൻ്റെ അമ്മയുടെ പോകുമായിരുന്നു. അങ്ങനെ ഒരു വീക്കെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ ബാങ്കിൽ കയറിയപ്പോൾ ജാൻ ചേട്ടൻ ചോദിച്ചു, വിശക്കുന്നുണ്ടോ, എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ അതിനുള്ളിൽ ചെന്നപ്പോൾ നല്ല പൊട്ടറ്റോ ബോണ്ട കണ്ടു. അപ്പോൾ പൊട്ടറ്റോ ബോണ്ട കഴിച്ചു. എൻ്റെ ദൈവമേ, ബോണ്ട ഞങ്ങൾ 2 പേരും കഴിച്ച ബോണ്ട സെയിം തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് പണി കിട്ടി. എനിക്ക് വയറൊക്കെ ആകെ അപ്സെറ്റായി. ദൈവമേ, ഞാൻ അവിടെ നിന്ന് ആ കാറിലിരുന്നത് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. ഫുഡ് പോയ്സണൊക്കെ അടിച്ച് പ്രശ്നമായിരുന്നു. അതിനുശേഷം ഞാൻ പുറത്തുനിന്ന് കഴിക്കാറില്ല ഈ സംഭവം. കാരണം പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴകി കഴിഞ്ഞ്, പൊട്ടറ്റോ എന്നല്ല കേട്ടോ, ഏത് സംഭവം തന്നെ കുറച്ച് പഴകി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കില്ല. ചിലവരുടെ വയറ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ആ സമയം ചേട്ടന് കഴിച്ചിട്ടൊരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സെൻസിറ്റീവാണ് എൻ്റെ വയറ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ് പുറത്തുനിന്നൊക്കെ ഇതുപോലെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ. അതിനുശേഷം ഞാൻ പിന്നെ ഇതൊന്നും ഞാൻ പുറത്തുനിന്ന് കഴിക്കാറില്ല. വീട്ടിൽ കഴിക്കണമെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചൂടുകാലൊക്കെയാണ്. ഇപ്പോൾ ഫുഡൊക്കെ പുറത്ത് അധിക സമയം വെക്കാൻ പാടില്ല. നമ്മൾ പാഴ്സൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ദുബായിലൊക്കെ നിങ്ങൾ കാണാറില്ല അല്ലേ, 1 മണിക്കൂറിനുള്ളിൽ തന്നെ കഴിക്കണം എന്നതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുറത്തൊക്കെ വെച്ച് മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങ് കളയുക, അല്ലാണ്ട് കഴിക്കാൻ നിൽക്കണ്ട. ഫുഡ് പോയ്സണൊക്കെ അടിച്ചിട്ട് പിന്നെ വെറുതെ പണി ഉണ്ടാക്കി വെക്കാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ 2ാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കോരി എടുക്കാൻ പോവാണേ. അപ്പോൾ പരിപാടി കഴിഞ്ഞു. മൊത്തത്തിൽ 19 എണ്ണോ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കോരിയതിന് ശേഷം മാത്രം അടപ്പ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അടപ്പ് ഓഫ് ചെയ്തതിന് ശേഷം കോരാൻ പാടില്ല. അപ്പോൾ ഇതിലേക്ക് അങ്ങ് എണ്ണ പിടിക്കുകയും എണ്ണ ഇതിൽ കുടിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.
ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം ഇത് അങ്ങ് കോരിയെടുക്കും. ആ സമയം കൊണ്ട് നമ്മുടെ ഇതിലോട്ടൊക്കെ എന്തിലാണെങ്കിലും എന്ത് ഡിഷാണെങ്കിലും അതിലോട്ടങ്ങ് എണ്ണ അങ്ങ് വല്ലാണ്ട് അങ്ങ് വലിച്ചെടുക്കും. ചൂടാറിയതിന് ശേഷം കഴിക്കാമെന്ന് വെച്ചിട്ട് ഒരെണ്ണെടുത്ത് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ തേങ്ങ ചട്നിയൊക്കെ ഒഴിച്ച് ഒന്ന് കഴിച്ച് നോക്കട്ടെ. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് മാറി നിൽക്കും, അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ ചൂടോടുകൂടി ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുട്ടിയില്ലേ, അത് നമ്മൾ ഫ്രിഡ്ജിലങ്ങ് വെക്കുക. ഇതേപോലെ തന്നെ മാവ് ഉണ്ടാക്കിയതും ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. എന്നിട്ട് അവർ വരുന്ന സമയത്ത് ചൂടോടുകൂടി വേണമെങ്കിൽ പൊരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. മറന്നാൽ ഞാൻ പിന്നെ മിണ്ടൂല്ല കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റാറില്ല എന്ന് എനിക്കറിയാം. സാരില്ല, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Are you drunk? No. അല്ലാതെ നല്ലത് പറ്റില്ല ഈശ്വര. Man. Okay.